യാത്രയെന്ന് പറയുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിരന്തരമായി നമ്മൾ ചെയ്യുന്ന യാത്രയുണ്ടല്ലോ, ആ യാത്ര ഇബാദത്താകണോ? ആ ഇബാദത്തായ യാത്രയായി നമ്മുടെ യാത്രകൾ മാറണോ? അതിൽ ഒന്നാമതായി നമ്മൾ പാലിക്കേണ്ടത് എന്തെന്നറിയോ? സൂറത്തുൽ ഇസ്രാ 37-ാമത്തെ ആയത്തിലൂടെ അല്ലാഹ് പറയുകയാ, വലാ തംശി ഫിൽ അർളി മറഹാ. അഹങ്കാരത്തോടെ ഭൂമിയിൽ നടക്കല്ലേ ചെറുപ്പക്കാരാ, അഹങ്കാരത്തോടെ നടന്നു പോകല്ലേ പ്രിയപ്പെട്ട പെങ്ങളെ. ഇന്നകലന തഖ്രിഖൽ അർള വലന തബ്ലുഗൽ ജിബാല തൂലാ. ഉയർന്നാൽ പർവ്വതത്തോളം ഉയരാൻ നിനക്ക് കഴിയൂലടാ. വലം തബ്ലുഗൽ ജിബാല തൂലാ. പർവ്വതത്തോളം ഉയർന്ന് പറക്കാൻ നിനക്ക് കഴിയൂല മോനെ. ഈ ഭൂമിയെ പിളർത്താൻ നിനക്ക് കഴിയില്ലടാ. നിന്റെ പോക്ക് കണ്ടാ, ചില ആളുകളുടെ യാത്ര കണ്ടാ നമ്മൾ മനസ്സിലാക്കുമല്ലോ, ഇവന് പോകുന്നത് എവിടേക്കാണ്? ഭൂമി വിണ്ടു കീറാനാണോ? അതല്ല ഇവന് പറന്ന് പർവ്വതത്തിന്റെ മുകളിൽ കയറാനാണോ? അഹങ്കാരത്തോടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരാ, ന്യൂ ജനറേഷന്റെ മക്കളോട് അടിവരയിടുകയാ, ആണുങ്ങളോട് പെണ്ണുങ്ങളോട് പറയുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ കാണാ, വലാ തംശി ഫിൽ അർളി മറഹാ. നീ അഹങ്കാരത്തോടെ യാത്ര ചെയ്യല്ലേ. നമുക്ക് മാതൃക ആരാണ് യാത്ര ചെയ്യുന്നതില്? നമ്മുടെ മാതൃക ആരാ? എല്ലാത്തിലും നമ്മുടെ മാതൃകയായ, എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് മാതൃകയായ നമ്മുടെ മാതൃകാ പുരുഷനാരാ? എങ്ങനെ നമ്മൾ നടക്കണം, എങ്ങനെ നമ്മൾ ഓടണം, എങ്ങനെ നമ്മൾ ചിരിക്കണം, എങ്ങനെ നമ്മൾ കരയണം, എങ്ങനെ പിന്നണം, എങ്ങനെ കുടുക്കണം, എങ്ങനെ കുടിക്കണം, എങ്ങനെ ഉറങ്ങണം, എങ്ങനെ ഉണരണം, എങ്ങനെയാണ് ഇരിക്കേണ്ടത്, നടക്കേണ്ടത്, ചിരിക്കേണ്ടതെന്നെല്ലാം പഠിപ്പിച്ച നമ്മുടെ എല്ലാമായ ലോകത്തിന്റെ മുത്തേ, മദീനയുടെ രാജാവേ, നമ്മുടെ ഖൽബിന്റെ ജേതാവേ, റൂഹി ഫിദാ അഹ്മദ് മുജ്തബ നബി മുഹമ്മദ് മുസ്തഫ. അവിടെ നടന്ന രീതി എങ്ങനെയാണെന്നറിയോ? അള്ളാന്റെ റസൂലിന്റെ ജീവിതം പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. അള്ളാന്റെ ഹബീബിന്റെ ദൈനംദിന ജീവിതത്തെ വരച്ചു കാണിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ശമായിലു തുർമുദി പോലുള്ള ഗ്രന്ഥങ്ങളിൽ കാണാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടക്കുന്നത് എങ്ങനെയെന്നറിയോ? ഇന്നത്തെ ഈ രാത്രിയിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാനാണടാ എല്ലാം തികഞ്ഞവനെന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ച് നടക്കലല്ല. എന്നെ പോലെ സൗന്ദര്യമുള്ള പെണ്ണ് പാലക്കാട് ജില്ലയിലില്ല, പറക്കാടില്ല, പട്ടാമ്പിയിലില്ലെന്ന് പറഞ്ഞ് നടക്കല്ല പെണ്ണ്. എങ്ങനെയാണ് നടക്കേണ്ടതെന്നറിയോ? തിരുനബിന് നടന്നത് എങ്ങനെയാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിക്കുന്നത് എങ്ങനെയാ? ചരിത്രത്തിൽ കാണാ, ഒരു മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരാളിനെ പോലെയാണ് റസൂലുള്ള നടക്കുന്നത്. ഒരു കുന്നിൻ പ്രദേശത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരാളെങ്ങനാ ഇറങ്ങി വരിക? അയാൾ വീണു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട്, അയാൾ കാല് തെറ്റിയിട്ട് വീണു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് മുന്നിലേക്ക് ശരീരത്തിന്റെ ഭാഗങ്ങൾ മുന്നിലേക്ക് ചായച്ചുകൊണ്ടല്ലേ നടന്നു വരുന്നത്. അല്ലാതെ കുന്നിന്റെ പുറത്ത് നിന്ന് ഇറങ്ങി വരുന്നവന് നെഞ്ചും പിരിച്ചു വരില്ല, മസിലും പിടിച്ചവന് വരാറില്ല. അവന് വരുന്നത് വീണു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് വരുന്നവനെ പോലെയാണ് വരിക. അങ്ങനെയാണ് മുസ്ലിമേ റസൂലുള്ളാഹി നടക്കുന്നത്. നമുക്ക് മാതൃക അള്ളാന്റെ ഹബീബാണെങ്കിൽ നടത്തത്തിൽ നമുക്കൊരു മാതൃകയുണ്ട്. അത് നമ്മുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാ അഹങ്കരിക്കുന്നത്? അഹങ്കരിക്കാൻ എന്താണുള്ളത്? പറക്കാടുകാരാ, എന്റെ പട്ടാമ്പിക്കാരാ, അഹങ്കരിക്കാൻ നമുക്കെന്താ ഉള്ളത്? ഒരു മനുഷ്യൻ അഹങ്കാരത്തോടെ വേഷഭൂഷാദികളോടെ ഒരു മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ അയാളെ വിളിച്ചിട്ട് മഹാനായ ഒരു സൂഫിയായ പണ്ഡിതൻ പറഞ്ഞു അത്രേ, നീ അഹങ്കരിക്കരുതടാ, നിന്റെ നടത്തത്തിലെ മിതത്വം പാലിക്കുക, നീ അഹങ്കരിക്കാതെ നടക്കണമെന്നവനോട് പറഞ്ഞപ്പോ അവന്റെ മറുപടി എന്തെന്നറിയോ? അഹങ്കരിക്കാൻ എനിക്ക് ഉണ്ടായിട്ടാണ് ഞാൻ അഹങ്കരിക്കുന്നത്. എനിക്ക് സമ്പത്തുണ്ട്, അധികാരമുണ്ട്, പ്രൗഢിയുണ്ട്, പത്രാസുണ്ട്, പ്രസിദ്ധിയുണ്ട്, പ്രശസ്തിയുണ്ട്, എല്ലാം എനിക്കുണ്ട്, പിന്നെ ഞാൻ എന്തുകൊണ്ട് അഹങ്കരിച്ചുകൂടാ? ആ സമയത്ത് ആ മഹാൻ പറഞ്ഞത് എന്തെന്നറിയോ? നിനക്കൊന്നുമില്ല മോനെ. ആ സമയത്ത് അവൻ ചോദിച്ചു, ഞാൻ ആരാണെന്നറിയോടാ? ആ സമയത്ത് സൂഫിയായ പണ്ഡിതൻ അവനോട് പറഞ്ഞതെന്തെന്നറിയോ? അറിയാടാ നീ ആരെന്ന്? ആദ്യം ഒട്ടിപ്പിടിക്കുന്ന ഒരു രേതസ്കണമാണ്
ശവമാണ്. തുണിയിലോ മുണ്ടിലോ പറ്റിയാൽ പെട്ടെന്ന് വെള്ളമൊഴിച്ച് വാഷ് ചെയ്യുന്ന ഒരു ബീജത്തുള്ളി, അത് ദുർഗന്ധമാണ്. ആ ബീജത്തുള്ളി പെട്ടെന്ന് വെള്ളമൊഴിച്ചിട്ട് നമ്മൾ കഴുകലാണല്ലോ ചെയ്യുക. ആദ്യം നീ ഒരു തുള്ളി ബീജമാണ്, രേതസ്കണമാണ്. ഏറ്റവും ഒടുവിൽ നീ ആരാണെന്നറിയോ? ചീഞ്ഞു നാറുന്ന ശവമാണ്. നീ മരണപ്പെട്ട് കഴിഞ്ഞാലും മണിക്കൂറുകൾ കഴിഞ്ഞാൽ പിന്നെ നിന്റെ ദ്വാരങ്ങളിൽ നിന്ന് ദുർഗന്ധമാ വരിക. നിന്റെ ശരീരം അതാ ചീഞ്ഞു നാറാൻ തുടങ്ങുകയാ. നിന്റെ മയ്യത്ത് കബറടക്കാതെ പ്രിയപ്പെട്ടവളെ കെട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ചന്ദ്രനിൽ നിന്ന് പോലും കാണാൻ പറ്റുന്ന ഈ ഇന്ത്യ രാജ്യത്തിന്റെ തലയെടുപ്പോടെ നിൽക്കുന്ന മനോഹരമായ മാർബിൾ കൊട്ടാരമാകുന്ന താജ്മഹൽ ഉണ്ടാവൂല. തന്റെ പ്രാണപ്രയസിക്ക് വേണ്ടിയിട്ട് ഭർത്താവ് ഉണ്ടാക്കിയ താജ്മഹല് തന്റെ പ്രിയപ്പെട്ടവളെ ഓർക്കാൻ വേണ്ടിയിട്ട് കെട്ടിപ്പിടിച്ചിരുന്നാ പോരെ? പറ്റില്ല. കാരണം മിനിറ്റുകൾ കഴിഞ്ഞാലും മണിക്കൂറുകളൊക്കെ വഴിമാറുമ്പോ ഭാര്യ പോലും ചോദിക്കും, മയ്യത്തെടുക്കുന്നില്ലേ? ഇന്നലെ വരെ നീയില്ലാതെ അവൾ ഉറങ്ങിയിട്ടില്ല, നീയില്ലാതെ അവൾ ഉറങ്ങിയിട്ടില്ല, നടന്നിട്ടില്ല, സഞ്ചരിച്ചിട്ടില്ല, കഴിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല. ആ ഭാര്യ പറയുകയാണ്, മയ്യത്തെടുക്കുന്നില്ലേ? കാരണം പ്രിയപ്പെട്ടവൾക്കറിയാം ഇനി ഇരുന്നാല് കെട്ടിയോ നാറാൻ തുടങ്ങുമെന്ന്. അതേ നാറ്റം പിടിച്ച ശവമാ. ആദ്യം ഒരു തുള്ളി ബീജമാണ്, അത് ദുർഗന്ധമാണ്. ഒടുവിൽ പിന്നെ ചീഞ്ഞു നാറുന്ന ശവമാണ്, ഡെഡ് ബോഡിയാണ്. ഇതിനിടയിൽ പിന്നെ എന്താണ് പ്രിയപ്പെട്ടവരെ? ഇതിനിടയിൽ എന്താ ഉള്ളതെന്നറിയോ? പൊട്ടാ നീ മുൻതുള്ളി പിൻചോര കട്ടാ, പിന്നീട് കാട്ടം ചുമന്നോരോ കൊട്ട. പൊട്ടാ നീ മുൻതുള്ളി പിൻചോര കട്ടാ, പിന്നീട് കാട്ടം ചുമന്നോരോ കൊട്ട. സഹോദരങ്ങളെ, മനുഷ്യന് ഇത്രേ ഉള്ളൂ. ഈ മനുഷ്യന് എന്താ അഹങ്കരിക്കാനിരിക്കുന്നത്? ആദ്യം ഒരു തുള്ളി ബീജമാണ്, പിന്നീട് ശവമാണ്. ഇതിനിടയിലോ നീ മലവണ്ടിയാണ്. മനസ്സിലായ? മലവണ്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലായ? മലവണ്ടി എന്ന് പറഞ്ഞാൽ എന്താ? മലവും ചുമന്നുണ്ടല്ലേ നടക്കുന്ന നമ്മള്. ടിപ് ടോപ്പ് ആയിട്ട് റോഡിൽ ഇങ്ങനെ നിൽക്കുക, ഷൈൻ ചെയ്തിട്ട്, ലിപ്സ്റ്റിക് വരട്ടിയിട്ടുണ്ട്, ഐലൈനർ വരച്ചിട്ടുണ്ട്, ക്യൂടെക്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ പെണ്ണുങ്ങൾക്ക് എല്ലാം കിട്ടുമല്ലോ, ഈ പീലി പോലും വാങ്ങാൻ കിട്ടും, ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ ഈ കോവിഡ് സമയത്ത് മാസ്ക് ഇറങ്ങിയത് കൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടം വന്നത് ചുണ്ടി തേക്കുന്ന സാമാനത്തിനാണ്. അത് നഷ്ടം വന്നു. കാരണം ഇത് തേച്ച് ആര് കാണാന്? അള്ളാന്റെ പണിയാണ്. ഇനി കണ്ണു മൂടേണ്ട അവസ്ഥ വരും. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ഒരു കാര്യം പറയാം, എന്നെ ഇത് തുറന്നു പറയുന്നതിന്റെ പേരിൽ പലർക്കും ഇഷ്ടമില്ല. എന്നെ പിന്നെ ഒരിക്കൽ വിളിച്ചാൽ പിന്നെ വിളിക്കുകയില്ല, വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ പറയാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. ഏറ്റവും കൂടുതൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മുസ്ലിം പെണ്ണാണ്. അല്ലാന്ന് നിങ്ങൾ പറയണ്ട, മുസ്ലിം പെണ്ണാണ്. അതിന്റെ പേരിൽ എന്റെ സഹോദരിമാർക്ക് എല്ലാം കൂടെ ദേഷ്യം ഉണ്ടായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവർ ചിന്തിക്കുന്നുണ്ട് കിട്ടിയത് ഇങ്ങനെ ചവിട്ടി അങ്ങോട്ട് അരയ്ക്കാൻ വന്ന്. അങ്ങനെ ചിന്തിച്ചോളേൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ. കാര്യം എന്താണെന്നറിയോ? ഇപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാൻ, നിങ്ങളെപ്പറ്റി നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടുത്തെ ഫെമിനിസ്റ്റുകളുണ്ട്. ഇപ്പൊ ഈ ഇത്ര മാത്രം അങ്ങോട്ട് എടുത്തിട്ട് കുറെ സാധനങ്ങൾ ഞാൻ കമന്റ്സുകൾ നോക്കാറേ ഇല്ല. കാരണം നോക്കിയാൽ എന്തെങ്കിലും പറഞ്ഞു പോകും. എന്ത് നല്ല കാര്യം ചെയ്താലും കുറെ എണ്ണം അതിന്റെ ഒക്കെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ എല്ലാം കാക്കാൻ വരാം. ഒരിക്കലും നമ്മൾ അമുസ്ലിമീങ്ങളെ കുറ്റം പറയേണ്ട. അവരുടെ പാട് നോക്കി ജീവിക്കുന്നവര്. അവർക്ക് മുസ്ലിങ്ങളുടെ ഈ ആരാധനാലയങ്ങളും മുസ്ലിങ്ങളുടെ ശൈലിയും ഒന്നും അവർക്ക് അതിലൊരു വിഷയമല്ല. ഇവിടെ ഈ പരിസരത്ത് താമസിക്കുന്ന ഹിന്ദു സഹോദരങ്ങളാണ് പറഞ്ഞത് ഈ വർഷം ഇവിടെ വഴന്നു വെക്കണോന്ന്. അല്ലേ സംഘാടകര്? അല്ലേ? ഏതാ വീട്? ഇതിനും തൊട്ടു മുമ്പിലുള്ള ഹിന്ദു സഹോദരങ്ങളുടെ വീട്ടുകാരാണ് സംഘാടകർ ഈ മക്കളോട് പറഞ്ഞത് വഴൽ ഇവിടെ വെക്കണമെന്ന്. നമ്മുടെ ആക്കാമ്മയുടെ ജോലി എന്താ? പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു കൊടുക്കും. ഭയങ്കര വിളിയും ബഹളവും നടക്കുന്ന ആകെ പ്രശ്നമാണ്, പെട്ടെന്ന് പോലീസിനെ വിടാൻ പറയും. എത്രയോ സ്ഥലങ്ങളിൽ വാഴ പറഞ്ഞ പകുതിയാകുമ്പോൾ പോലീസ് വരും. സംഘാടകർ എന്നിട്ട് പറയും, സാറേ ഒന്ന് രക്ഷപ്പെടുത്തണേ, ഒരു അരമണിക്കൂറേ ഉള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്യാൻ? നിങ്ങളുടെ ആളുകളെ തന്നെ അങ്ങോട്ട് വിളിക്കുന്നത്, അതുകൊണ്ടല്ലേ ഞങ്ങൾ വരേണ്ടി വരുന്നതെന്ന് അവർ ചോദിക്കുന്നു. കോവിഡ് സമയത്ത് ജുമാ നിസ്കരിച്ചതൊക്കെ രസമാണ്. ഖത്തീബ് എന്ന് പറഞ്ഞ കുത്തുപോകുന്നവർ, അപ്പൊ എല്ലാവരും ഖത്തീബുമാരായല്ലോ.
എല്ലാവരും ഖത്തീബന്മാരായി. അന്ന് വടിയൊക്കെ എടുത്ത് എല്ലാവരും ഖുത്തുബയൊക്കെ ഓതണം കണ്ട ചിലര് വടിയില്ലാത്തത് കൊണ്ട് ഒരു കൊടുവാളെടുത്ത് വെച്ചുകൊണ്ടെന്ന ഖുത്തുബ ഓതിയത് കോവിഡ് സമയത്ത്. അപ്പൊ ഇങ്ങനെയൊക്കെ എല്ലാവരും ഖുത്തുബ ഓതി. ഇതൊക്കെ ഓതിക്കൊണ്ടിരി പള്ളികളിൽ തുറക്കാൻ അനുവാദം കിട്ടിയെങ്കിലും ആള് കൂടരുത് എന്ന ഡിമാൻഡ് വെച്ചപ്പോ ആളുകൾക്ക് ആവേശമായി. നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ പുറത്ത് ആളുകളെ നിർത്തിയിട്ടാണ് അകത്ത് നിസ്കരിക്കുന്നത്, ജുമുഅ പോലും. കാരണം എന്താ? വിളിച്ചു പറഞ്ഞു കൊടുക്കും പോലീസിൽ. അതാ നമ്മുടെ നല്ല സ്വഭാവമാണ്, നമുക്ക് നല്ല സ്വഭാവമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പറയാനുണ്ടെങ്കിൽ ഒത്തിരി ഉണ്ട്. ഈ പ്രൊഫൈലൊക്കെ നോക്കുമ്പോ അത്രയും മുസ്ലിങ്ങളാണ് എല്ലാം ലോക്കാക്കി വെച്ചിരിക്കുന്ന പ്രൊഫൈൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്, എവിടെ ഉള്ളവനാണ് എന്നും ആരും അറിയരുത്. എന്നിട്ട് വാതോരാതെ മോശമായ വർത്തമാനം പറയാ. ആണത്വത്തോടെ ഞാൻ ഇന്ന നാട്ടിലുള്ളവനാണ്, എന്റെ ഫോൺ നമ്പർ ഇന്നതാണ്, നിങ്ങളുടെ ഈ നിലപാടിനോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന് പറയാൻ ഒരുത്തനും ധൈര്യമില്ല. എന്തിനാണ് സുഹൃതങ്ങൾ? നിങ്ങൾ നോക്കതാ, ഇപ്പൊ ഈ ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോ ഇതിൽ വരുന്ന കമന്റ്സുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. വളരെ മോശമായിട്ടുള്ള കമന്റ്സുകൾ, എന്തെല്ലാം മോശമായ കമന്റുകൾ. ഒരു ദിക്ർ ചൊല്ലിക്കൊടുക്കുക, ഒരു ദിക്ർ പറഞ്ഞു കൊടുത്ത സദസ്സിരിക്കുന്ന ഉമ്മമാർക്ക് നിങ്ങൾ കിടക്കാൻ നേരത്ത് ഇന്ന ദിക്ർ ചൊല്ലിക്കോളി എന്ന് പറഞ്ഞു കൊടുത്താൽ ഉടനെ അതിനെതിരെ കമന്റുകൾ. ഇതാണ് ഇപ്പോഴത്തെ ലോകം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാം, നിങ്ങൾക്ക് ചോദിക്കാൻ ആളുണ്ട്. ആരാ? ഇവിടത്തെ ഫെമിനിസ്റ്റുകള്, നിങ്ങൾക്ക് വേണ്ടി സ്ത്രീപക്ഷപാതികള്, ഇവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. പക്ഷേ നിങ്ങൾക്കൊരു വിഷമം വരുമ്പോ, നിങ്ങൾക്കൊരു ദുഃഖം വരുമ്പോ, നിങ്ങൾക്കൊരു ഒരു ഏതെങ്കിലും നിലയിൽ ഒരു വേദന വരുമ്പോൾ ഇവരാരും ഉണ്ടാവൂല. അന്ന് നിങ്ങൾ കുറ്റം പറയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവര് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു പെണ്ണിങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് കാണുമ്പോ, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ നല്ല അത്രയൊക്കെ മണക്കുക, നല്ല ഡ്രസ്സൊക്കെ, നല്ല തൂവെള്ള വസ്ത്രമൊക്കെ ധരിച്ച് നല്ല മണം, നല്ല ചെറുപ്പക്കാരെ നിൽക്കുക. പക്ഷേ അറിയുന്ന ആളുകൾക്കറിയാം ഇത് മലവും ചുമന്നുകൊണ്ടാണ് നിൽക്കുന്നത്. ആദ്യം ഒരു തുള്ളി ബീജം, പിന്നീട് ചീഞ്ഞു നാറുന്ന ശവം, ഇതിനിടയിൽ മലവും ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു മലവണ്ടി. ഇതല്ലേ മനുഷ്യൻ? അതുകൊണ്ട് അഹങ്കരിക്കാനൊന്നുമില്ല. അതുകൊണ്ട് വലാ തംശി ഫിൽ അർളി മറഹാ, ഒരിക്കലും നീ അഹങ്കാരത്തോടെ നടക്കല്ലേ, അഹങ്കാരത്തോടെ യാത്ര ചെയ്യല്ലേ സഹോദരാ. നീ പോകുന്നത് ഇബാദത്താണ് എന്ന ബോധത്തോടെ നാളെ മുതൽ യാത്ര ചെയ്യുക. എഴുന്നേൽക്കുമ്പോൾ നിന്റെ മനസ്സിൽ വരേണ്ടതല്ലാ, യാത്ര എന്ന ഇബാദത്തിനു വേണ്ടി ഞാൻ എഴുന്നേറ്റിരിക്കുകയാ. യാത്ര ആരംഭിക്കുമ്പോൾ നീ ചിന്തിക്കണം, പടച്ചവനെ ഞാനൊരു ഇബാദത്തിലാണല്ലോ എന്ന്. ആ ഒരു ഇബാദത്തിന്റെ പ്രിയപ്പെട്ടവരെ ഇബാദത്തായി മാറാൻ അതിൽ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് അഹങ്കാരത്തോടെ നടക്കരുത് എന്നാണ്. ടൂ വീലർ ഓടിക്കുന്ന ചെറുപ്പക്കാരോട് പറയാ, എഴുതി വെച്ചിരിക്കുന്ന നെയിം ബോർഡ് നോക്കിയിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കണ്ട. അത് അലങ്കാരമല്ല, അഹങ്കാരമാണ് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകും. എന്തിനാ? ഇത് ഖുർആൻ പറഞ്ഞല്ലോ, അഹങ്കാരത്തോടെ നടക്കല്ലേ. ഇത് രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നറിയോ? യാത്ര പോകുമ്പോ പല പല അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പല പല കാര്യങ്ങൾ നമ്മൾ കാണേണ്ടി വരും. പല പല കാര്യങ്ങളും നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണേണ്ടി വരും. അവിടെ എത്തുമ്പോ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സൂറത്തുൽ ഫുർഖാൻ 72-ാമത്തെ ആയത്തിലൂടെ അല്ലാഹ് പറയുകയാണ്, വൈദാ മർറൂ ബിൽ ലഗ്വി മർറൂ കിറാമാ. സിനിമയുടെ പോസ്റ്റർ ഇട്ടിരിക്കുകയാ. തുണി ഉടുക്കാത്ത പെണ്ണിന്റെ പരസ്യ പലകയിലെ പെണ്ണിന്റെ പളപളുത്ത ശരീരം കാണുകയാ. ഇന്ന് അങ്ങനെയാണല്ലോ. അടിവസ്ത്രപ്പിരി പോലെ പരസ്യമതാ വലിയ ബോർഡിലാ വെച്ചിരിക്കുക. എന്നിട്ട് പറയുന്നു അപകടം പെരുകുന്നു എന്ന്. അപകടം പെരുകുന്നു എന്ന് പറയുന്നു. എങ്ങനെ പെരുകാതിരിക്കും? തുണി ഉടുക്കാത്ത പെണ്ണിന്റെ അടിവസ്ത്രപ്പിന്റെ പരസ്യം വലിയ ബോർഡ് വെച്ചിരിക്കുമ്പോ അതുവഴി വരുന്ന ചെറുപ്പക്കാർ അതിൽ വായും നോക്കി വരുമ്പോഴല്ലേ അപകടം നടക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപകടം ഇങ്ങനെ പെരുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാം എന്താണെന്നറിയോ? ബക്കറ്റ് കാര്യമായിട്ട് വേണം പറയാം കേട്ടാ. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് ഞാൻ പറഞ്ഞിട്ടെടുത്താൽ മതി. ബക്കറ്റ് കളക്ഷനിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ അല്ലേ? ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്.
ഒരിക്കലും നമ്മൾ ഒരു അനിസ്ലാമിക അനാവശ്യ വസ്തുക്കളുടെ മുന്നിലൂടെ പോകുമ്പോ അതിനോട് നമ്മൾ താതാത്മ്യം പുലർത്തിയിട്ട് പോകാൻ പാടില്ല. മർറോ കിറാമാ, പോകേണ്ടത് മാന്യന്മാരായിട്ടാ യാത്ര ചെയ്യേണ്ടത്. പോകുന്ന വഴിയരികിലെ പല രീതിയിലുള്ള ചിത്രങ്ങൾ നമുക്ക് കാണാം. അതെല്ലാം നോക്കിപ്പോയാൽ നിന്റെ നമസ്കാരം കസറാക്കാനുള്ള, നിന്റെ ദുആ സ്വീകരിക്കപ്പെടുമെന്ന് പറഞ്ഞ യാത്രയായി അതിനെ മാറാൻ കഴിയില്ല. യാത്ര എല്ലാ അർത്ഥത്തിലും ഇബാദത്താകണമെങ്കിൽ, യാത്രക്കാരന്റെ ദുആ സ്വീകരിക്കപ്പെടണമെങ്കിൽ, അതുപോലെ അവന്റെ നമസ്കാരം പോലും കസറാക്കപ്പെടാൻ പറ്റണമെങ്കിൽ, അവൻ അല്ലാഹു വലിയ കൂലി കൊടുക്കുന്ന യാത്രയാകണമെങ്കിൽ അവന് ചെയ്യേണ്ടത് ഇദാ മർറോ ബില്ലഗവി മർറോ കിറാമാ, മാന്യനെ പോലെ നടന്നു പോകണമെന്ന. നിങ്ങൾക്കറിയോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യകാലത്ത് അന്ന് ഹബീബായ നബി തങ്ങൾ ഒരിക്കല് ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടക്കുന്ന സമയത്ത് അവിടെ ഒരു കല്യാണം നടക്കുന്നു. ആ കല്യാണത്തിന്റെ ഒരുപാട് കല്യാണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആ കല്യാണങ്ങളിൽ ആർഭാടവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഇന്ന് തുടങ്ങിയതല്ല. അറേബ്യയിലെ ഏതോ ഒരു കല്യാണത്തിന്റെ ആ ദിവസത്തിലെ മനോഹരമായ പാട്ട് കേൾക്കാൻ വേണ്ടി കിട്ടി നബി തങ്ങൾക്ക് മോഹം വന്നത്രേ. അങ്ങനെ കൂട്ടുകാര് തലേ ദിവസം ആ കല്യാണത്തിന് പങ്കെടുത്ത കൊച്ചുകുട്ടികള്, ആ കുട്ടികള് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഇന്നലെ ഞങ്ങൾ ആ വീട്ടിൽ കല്യാണത്തിന് പങ്കെടുത്തു, എന്ത് രസമായിരുന്നു, പാട്ടുണ്ട്, ആട്ടമുണ്ട്. ഇതെല്ലാം പറഞ്ഞപ്പോ റസൂലുള്ളാഹിനെ കാണണമെന്ന് കൊതി വന്നു. ആ സമയത്തെ ഹബീബായ നബി തങ്ങൾ ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടക്കുന്ന സമയത്താണ്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വക കണ്ടെത്തിയിരുന്ന സമയത്താണ്. ആ സ്ഥലമെത്തിയപ്പോൾ സഹോദരങ്ങളെ, ഒരു കൂട്ടുകാരന്റെ കയ്യിൽ ആട്ടിൻപറ്റങ്ങളെ ഏൽപ്പിച്ചിട്ടത് കാണാൻ വേണ്ടി പോയി. അല്ലാ റസൂലുള്ളാഹി തങ്ങളാ രാത്രി കിടന്നുറങ്ങുന്നു. രാവിലെ നേരം വെളുക്കുമ്പോഴാണ് കല്യാണത്തിന്റെ ആർഭാടം ആരംഭിക്കുക. അവിടുത്തെ ആട്ടും പാട്ടും ആരംഭിക്കുന്നത് രാവിലെയാണ്. രാത്രി കിടന്നുറങ്ങുന്ന പ്രവാചകൻ അള്ളാന്റെ ഹബീബ് മുഹമ്മദ് എന്ന കുഞ്ഞുബാലനെ അള്ളാഹു അങ്ങ് ഉറക്കിക്കളഞ്ഞില്ലേ. അള്ളാന്റെ ഹബീബ് അങ്ങ് ഉറങ്ങുകയാ, നന്നായിട്ട് ഉറങ്ങുകയാ. യാതൊരു ബോധവുമില്ലാതെ ഉറങ്ങിപ്പോയി. എപ്പോഴാണ് ഉണർന്നതെന്നറിയോ? സൂര്യന്റെ രശ്മികൾ തന്റെ ശരീരത്തെ വന്ന് പതിച്ച പോലെ ചാടി എഴുന്നേക്കുകയാ. അപ്പോഴേക്ക് പാട്ടും കൂത്തും അവസാനിച്ചിരുന്നു. അള്ളാന്റെ റസൂലിനെ സംരക്ഷിച്ചതാണ് അല്ലാഹു തആല. കാരണം ബാലചാപല്യം പോലും ഇല്ലാത്ത നിലയില് അള്ളാന്റെ ഹബീബ് അത്രയും സാദിഖായി അൽ അമീനായി മഅസൂമായി പ്രവാചകനെ അല്ലാഹു സംസ്കരിച്ചുകൊണ്ട് മഹത്തായ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായി അല്ലാഹു മാറ്റുമ്പോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാനുള്ളത്, എന്റെ സഹോദരിമാരോട് പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ നടന്നു പോകുന്ന യാത്രകളിൽ കാണുന്ന അനിസ്ലാമിക പ്രവർത്തനങ്ങളെ നിങ്ങൾ കാണരുത്. ഒരിക്കലും നിങ്ങളുടെ യാത്രകളിൽ ആരോടും നിങ്ങൾക്ക് ഇതുപോലുള്ള അസഭ്യമായ പ്രവർത്തന ശൈലികൾ ഉണ്ടാകാൻ പാടില്ല. എന്നാ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു തരുന്ന യാത്രകളില്, ആ യാത്രകളിൽ ഉണ്ടായേക്കാവുന്ന പ്രാർത്ഥനകളുടെ ഇജാബത്ത് നഷ്ടപ്പെടുകയാ. ആരാധനകൾ അല്ലാഹു തആല ചുരുക്കിയിട്ട് കസറാക്കാൻ പറയുന്ന അവസ്ഥയിൽ അല്ലാഹു നിങ്ങളുടെ യാത്രകളെ പരിശുദ്ധമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണേ. പടച്ചവനതിന് തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഖബർ എത്ര കൊല്ലം കൊണ്ട് കേൾക്കുകയാണ്. അന്ന് വന്ന മലക്ക് തന്നെ എപ്പോഴും വരുന്ന മാറ്റമൊന്നും വന്നിട്ടില്ല. സിറാത്തും സ്വർഗവും നരകവും ഒക്കെ പണ്ട് നമ്മൾ കേട്ട അതേ അവസ്ഥ തന്നെ ഇപ്പോഴും ഉള്ളത്. എന്ന് സ്വർഗം കേട്ട് ഫാത്തിമ ബീവിയുടെ മരണവും ഖദീജ ബീവിയുടെ കല്യാണവും ആയിഷ ബീവിയുടെ രോഗവും കേട്ട് കൊള്ളാം, പ്രസംഗം കൊള്ളാം, മാർക്കിട്ട് കൊള്ളാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? അവരുടെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നതിനപ്പുറത്ത് നമുക്ക് അത്യാവശ്യമായി പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നിസ്കാരത്തിന്റെ വിഷയം തന്നെ ഒന്ന് എടുത്തു നോക്ക്. എന്തെല്ലാം കാര്യങ്ങൾ നിസ്കാരത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പക്ഷെ നിസ്കാരം എന്നൊരു വിഷയം വെച്ച് ആരെങ്കിലും ഒരു വാഴേക്കാൻ വരൂല. ഖബർ വെച്ചാലോ എല്ലാരും വരും. കാരണം എന്താണ്? പേടിപ്പെടുത്തുന്നതും അതിനകത്ത് അതുണ്ട് ഇതുണ്ടെന്ന് പറയുന്നതൊക്കെ കേൾക്കാൻ നമുക്ക് താല്പര്യമാണ്. നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാനുള്ളത് പറയുമ്പോൾ നമുക്ക് വലിയ മടിയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് എന്നും ചെയ്യുന്നൊരു കാര്യമാണ്
എന്ന് നമ്മുടെ ജീവിതത്തിലുള്ളതാണ് യാത്രകൾ. ആ യാത്രകളിൽ ഒന്ന്, അഹങ്കാരമില്ലാതെ നടന്നു പോവുക, എങ്കിലേ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂ. രണ്ട്, ആവശ്യമില്ലാത്തതൊന്നിലും നീ തലയിടാൻ പാടില്ല. ഇനി മൂന്നാമത്തത് കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോ. മൂന്നാമത്തേത് എന്റെ ചെറുപ്പക്കാരോടുകൂടി ഞാൻ പറയാൻ, സംഘാടകർക്ക് ഇന്ന് വഴല് കേൾക്കാൻ പോലും പറ്റില്ല. കാരണം വന്നവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുമ്പോ അവർക്ക് കേൾക്കാൻ പറ്റില്ല. അവർക്ക് പിന്നീട് കേൾക്കാനേ കഴിയുള്ളൂ. ലൈവ് ഉള്ളതുകൊണ്ട് പിന്നീട് കേൾക്കാം. നല്ല ചെറുപ്പക്കാരാ. ഞാന് നമ്മുടെ പറക്കാട് മഹല്ലിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ചെറുപ്പക്കാരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഈ ശൈലി അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ലേ, നല്ല പ്രവൃത്തിയാണ്. ഈ പ്രായമുള്ള ആളുകൾ വേണം, ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല. നിങ്ങൾ നോക്ക്, പ്രായമുള്ള ഇബ്രാഹിം നബി, പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരനായ ഇസ്മായിൽ എന്ന നബിയുടെ കൈ പിടിച്ചപ്പോഴാണ് എന്തുണ്ടായത്? കഅബ ശരീഫ് ഉണ്ടായത്. പ്രായമുള്ള ഇബ്രാഹിം നബി ചെറുപ്പക്കാരനായ ഇസ്ഹാഖ് നബിയുടെ കൈ പിടിച്ചപ്പോഴാണ് എന്തുണ്ടായത്? ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടായത്. വയസ്സായ ആളുകൾ നിർദ്ദേശം കൊടുക്കണം, തലപ്പത്തിരിക്കണം, ചെറുപ്പക്കാരെ കൊണ്ട് പ്രവർത്തിപ്പിക്കണം. അൽഹംദുലില്ലാ, നല്ല ഒരു തലമുറ. 32 വർഷം, എത്രയായി? 33 എന്ന് പറഞ്ഞാൽ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ 33 വർഷം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ പ്രായം, നല്ല പ്രായം 33. അള്ളാഹു ഇത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള തൗഫീക്ക് തരട്ടെ. ചേർത്ത് നിർത്തണം. പിതാക്കന്മാര് ചെറുപ്പക്കാരെ, ഇതിന്റെ പ്രവർത്തകരെയൊക്കെ ചേർത്ത് നിർത്തണം. ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നമ്മുടെ ഏറ്റവും മാതൃസ്ഥാപനം എന്ന് പറയുന്നത് മഹല്ലാണ്. ആ മഹല്ലിനോട് ചേർന്ന് നിൽക്കണം. നമ്മൾ മരിച്ചാൽ നമ്മളെ കൊണ്ട് കിടത്താനുള്ളത് പള്ളിയിലാണ്. ആ പള്ളി നമ്മുടെ എല്ലാമാണ്. സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. ഈ നാട്ടിലെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് പള്ളികൾ. അതുകൊണ്ട് പള്ളികളോട് നമ്മൾ ചേർന്ന് നിൽക്കണം. ഈ പ്രവർത്തനത്തിനോടൊപ്പം നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. പള്ളിയുടെ കാര്യങ്ങളിൽ പരിപൂർണമായ പിന്തുണ കൊടുക്കണം. ഒപ്പം ഇതിന്റെ പ്രിയപ്പെട്ട വലിയ ആളുകളോട് പറയാനുള്ളത്, ഈ മക്കളെ ചേർത്ത് നിർത്തണം. കാരണം നാളത്തെ നമ്മളെ നയിക്കേണ്ടത് ഇവരാണ്. ഈ നാടിനെ നയിക്കേണ്ടത് ഇവരാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞു, വീട്ടില് പെണ്ണുങ്ങളും കുട്ടികളും ഇല്ലായിരുന്നുവെങ്കിൽ, പെണ്ണുങ്ങളും കുട്ടികളും വീട്ടില് കിടക്കുന്നില്ലായിരുന്നുവെങ്കിൽ, ഞാൻ ഇഖാമത്ത് കൊടുത്ത് ഇമാമത്ത് നിന്ന് നിസ്കരിക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ചെറുപ്പക്കാരായ എന്റെ സഹാബികളോട് പറയുമായിരുന്നു, ആ വീടുകൾ ചെന്നിട്ട് തീ വെച്ച് നശിപ്പിക്കാൻ. പക്ഷേ അവിടെ പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും ഉള്ളതാണ് അതിന് കാരണം, തടസ്സം എന്ന് പറഞ്ഞു. കാരണം എന്താ? പള്ളിയിൽ വരാതെ കുറെ എണ്ണം വീട്ടിൽ കിടക്കുന്ന കണ്ടപ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞതാ. അപ്പൊ ആരെ വിടുവെന്നാ പറഞ്ഞത്? എന്റെ ചെറുപ്പക്കാരായ സഹാബാക്കളെ. ചെറുപ്പക്കാർ എല്ലാത്തിലും. BJPക്ക് യുവമോർച്ച, കോൺഗ്രസിന് യൂത്ത് കോൺഗ്രസ്, മുസ്ലിം ലീഗിന് യൂത്ത് ലീഗ്, കമ്മ്യൂണിസ്റ്റിന് DYFI, അല്ലെ? എല്ലാത്തിനും എന്തുണ്ട്? യുവാക്കൾക്ക് പ്രത്യേക പ്രാതിനിധ്യം. സമസ്തക്ക് SYS, അല്ലേ? അപ്പൊ ഇത് യുവാക്കൾക്ക് വലിയൊരു സ്ഥാനം ഇസ്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അർശിന്റെ തണല് കിട്ടുന്ന വിഭാഗങ്ങളെ എണ്ണി പറഞ്ഞപ്പോ അതിൽ 5 എടുത്തും പറഞ്ഞത് ഷാബുൻ 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 ഷാബുൻ, യുവത, അതാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് യുവാക്കളെ ചേർത്ത് നിർത്താൻ മുതിർന്നവരുടെ നിർദ്ദേശങ്ങൾ മാനിക്കാൻ എന്റെ പ്രിയപ്പെട്ട സംഘാടകരും ശ്രമിക്കണം. അള്ളാഹു ഈ ഒരു സൗഹാർദ്ദവും സഹകരണവും അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. ഇനി നമ്മൾ പഠിക്കേണ്ട കാര്യം, 1, അഹങ്കാരത്തോടെ യാത്ര ചെയ്യരുത്. 2, ആവശ്യമില്ലാത്തടത്തൊന്നും നോക്കാനോ ഇടപെടാനോ പോകരുത്. ഇനി മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്, മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനോടൊപ്പം ഒരു യാത്ര പോവുകയാ. ഞാനും പ്രവാചകനും സഹാബത്തും യാത്ര ചെയ്തു പോകുമ്പോൾ മഹാനായ മാഇസ് ബിൻ മാലിക്കുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുത്തെത്തി. ആ സമയത്ത് ഞങ്ങളിൽപ്പെട്ട ഒരാള് വേറെ ഒരാളോട് പറഞ്ഞതെന്തെന്നറിയോ? ഈ കിടക്കുന്നത് ആരെന്നറിയോ? ഇന്ന ഹാദാ ലഹായിൻ, ഇതൊരു വിഡ്ഢിയുടെ ഖബറാണ്. അത്തന്നബിയ മിറാറാ, പലവട്ടം റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നവനാണ്. കുല്ലു ദാലിക യർദുഹു, അപ്പോഴെല്ലാം റസൂല് പോടാ എന്ന് പറഞ്ഞ്
തിരികെ വിട്ടവനാ. ഹത്താ ഖുതില കമാ യുഖ്തലുൽ കൽബു, അവസാനം പട്ടിയെ കൊല്ലും പോലെ ഞങ്ങൾ അവനെ കൊന്നുകളഞ്ഞു. ഇതാരെ പറ്റിയാണ് പറഞ്ഞതെന്നറിയോ? ഒരു ദിവസം റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് ഒരു സഹാബി കടന്നു വരികയാ. പേര് മാഇസ് ബിൻ മാലികുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു എന്ന. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ത്വഹിർനി യാ ഹബീബല്ലാഹ്, എന്നെ ശുദ്ധിയാക്കണം നബിയേ, എന്നെ കഴുകണം നബിയേ, എന്നെ മാലിന്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം റസൂലേ. ചോദിച്ചു, എന്താ മാഇസേ? നബിയേ, സനയിതു യാ റസൂലല്ലാഹ്, ഞാനൊരു പെണ്ണുമായി വ്യഭിചരിച്ചു പോയി നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇല്ല മാഇസേ, ഇല്ല, നിനക്ക് തോന്നിയതാണ്, ചിലപ്പോ നീ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ടാകും. അല്ല നബിയേ, അല്ല നബിയേ, അല്ല മാഇസേ, ചിലപ്പോ നീ ഒരു ചുംബനം കൊടുത്തിട്ടുണ്ടാകും. അല്ല റസൂലേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ടു, പോയിട്ട് വാ. പിറ്റേ ദിവസം വീണ്ടും വന്നിട്ട് പറഞ്ഞു, യാ ഹബീബേ, എന്നെ ശുദ്ധിയാക്കണം, എന്നെ രക്ഷപ്പെടുത്തണം നബിയേ. അപ്പോഴും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പൊക്കോ മാഇസേ, പൊക്കോ. ഇല്ല നബിയേ, മൂന്നാം ദിവസവും വന്നു. എന്നിട്ട് പറഞ്ഞു, എന്നെ രക്ഷപ്പെടുത്തണം, ആഖിറത്തിൽ പോകാൻ എനിക്ക് പേടിയാ, അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ എനിക്ക് പേടിയാ, അതുകൊണ്ട് ഇവിടെ വെച്ച് എനിക്ക് ശിക്ഷ തരണേ റസൂലേ, ഹബ്ബടിക്കണേ നബിയേ, എനിക്ക് എന്താണോ ശിക്ഷ അത് എനിക്ക് തരണം റസൂലേ എന്ന് പറഞ്ഞിട്ട് മാഇസ് വന്നതാ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ ഇവനെ ശിക്ഷ വിധിക്കുക തന്നെ. അങ്ങനെ സഹോദരങ്ങളെ, അദ്ദേഹത്തിനെ കൊന്നുകളയുകയാ. അന്നത്തെ ഒരു ശിക്ഷാവിധിയാണ്, ഇസ്ലാമിന്റെ നിയമം അതാണ്. അങ്ങനെ കൊല്ലപ്പെട്ട മനുഷ്യന്റെ ഖബറിന്റെ അടുത്തെത്തി. ആ ഖബറിന്റെ അടുത്തെത്തിയപ്പോൾ പിൽക്കാലത്ത് ആ മനുഷ്യനെ ശിക്ഷിക്കുന്നതിന് കൂടെ നിന്ന ഒരാള്, അന്നില്ലാതിരുന്ന ഒരാളോട് പറയുകയാണ്, ഇന്നഹാദാ, ഈ ഖബർ ആരുടെ ഖബറാണെന്നറിയോ? ലഹായിനൊരു വിഡ്ഢിയായ മനുഷ്യന്റെ ഖബറാ. അത്തന്നബിയ മിറാറാ, പലവട്ടം റസൂലുള്ളാഹിന്റെ മുന്നിൽ അവന് വന്നതാ. കുല്ലുദാലിക യർദു, അപ്പോഴൊക്കെ റസൂലുള്ളാഹി അവനെ പറഞ്ഞു വിട്ടു. വീണ്ടും വീണ്ടും വന്നു. ഹത്താ ഖുതില കമാ യുഖ്തലുൽ കൽബു, പിന്നീട് നായ കൊല്ലപ്പെടും പോലെ ഈ മനുഷ്യനെ കൊല്ലപ്പെടേണ്ടി വന്നു. ഇത് അല്ലാഹുവിന്റെ ഹബീബ് കേൾക്കുകയാ. അറിയണേ പ്രിയപ്പെട്ടവരെ, ഒരു തെറ്റ് ചെയ്തു പോയി എന്നതിന്റെ പേരിൽ ആരെയും ക്രൂശിക്കാൻ നിൽക്കരുത്. ഒരു തെറ്റ് ചെയ്തു എന്നതിന്റെ പേരിൽ ആരെയും ക്രൂശിക്കാൻ നിൽക്കരുത്. തെറ്റ് ചെയ്യുന്നവന് തെറ്റ് ചെയ്യുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നേരെ കരങ്ങൾ ഉയർത്തിയിട്ട് പശ്ചാത്തപിച്ച് ദുആ ചെയ്ത് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബ ലഹു, പാപം ചെയ്തിട്ട് പശ്ചാത്തപിച്ചവന് പാപം ചെയ്യാത്തവനെ പോലെയാണെന്നല്ലോ. എന്നാൽ പാപം ചെയ്തിട്ട് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങിയവന്റെ പാപത്തിന്റെ പേരിൽ പിന്നെ ആരായാളെ ആക്ഷേപിക്കുന്നുവോ? റസൂലുള്ള പറഞ്ഞു, ആ തെറ്റിയവൻ ചെയ്യാതെ മരിക്കുകയില്ലത്രേ. നഊദു ബില്ലാഹ്, അല്ലാഹ് നമ്മളെ കാക്കട്ടെ, പടച്ചവൻ നമ്മളെ കാക്കട്ടെ. അതുകൊണ്ടൊരു തെറ്റ് ചെയ്ത ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. യാത്രയിൽ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം അതാണ്. യാത്ര പോകുമ്പോൾ 100,000 ആളുകളെ നമ്മൾ കാണും, പല അനുഭവങ്ങളുള്ള ആളുകളെ കാണും. ആ സമയത്തൊന്നും നമ്മൾ അവരെ ആക്ഷേപത്തിന്റെ വാക്കുകൾ പറയാൻ പാടില്ല. മാഇസ് ബിൻ മാലികുൽ അസ്ലമി എന്ന് പറയുന്ന മനുഷ്യന്റെ ഖബർ ചൂണ്ടിയിട്ട്, ഇവന് പമ്പര വിഡ്ഢിയാണ്, ഇവന് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന് ഞങ്ങൾ അവനെ മാറ്റിയിട്ടും വീണ്ടും വന്ന് അവസാനം കൊല്ലപ്പെട്ടവനാണ് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി ആ സഹാബിയോട് പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്, ചിന്തിച്ചു നോക്ക്. ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്നുകൊണ്ട് വല്ലാതെ വിയർത്തു പോകുന്നൊരു രംഗമുണ്ടായി. യാത്രയുടെ സമയത്ത് ഈ അനുഭവമുണ്ടായ റസൂലുള്ള ഒന്നും മിണ്ടിയില്ല. കുറെ നേരം യാത്ര ചെയ്തു പോകുമ്പോൾ ചത്ത ഒരു കഴുതയെ കാണുകയാ. ഒരു കഴുത ചത്ത് കിടക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. അതിലിങ്ങനെ പുഴുക്കൾ ഓടിക്കൊണ്ടിരിക്കുകയാ. അതിൽ നിന്ന് ദുർഗന്ധം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാ. അതിൽ നിന്ന് ദുർഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക.
നടന്നുകൊണ്ടിരിക്കുകയാ. ആ സമയത്ത് ആ മനുഷ്യനോട്, ഇത് പറഞ്ഞവനോട് റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ? കുൽ മിൻ ഹാദാ, ഇരുന്ന് തിന്നടാ ചത്ത കഴുതയെ നീ തിന്നടാ എന്ന് റസൂലുള്ള പറയുകയാണ്. ആലോചിക്കണം, ഒരു സഹാബിയോടാണ് പറഞ്ഞത്. ആ സഹാബി ചോദിച്ചു, മിൻ ജീഫത്തി ഹിമാരിനി യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ തിന്നേണ്ടത് ചത്ത കഴുതയാണോ, ഈ ശവമാണോ ഞാൻ തിന്നേണ്ടത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പൊന്നുമോനെ, ഇതിനു മുമ്പ് നീ ഖബറിന്റെ അടുത്ത് വെച്ച് തിന്നത് ഇതിനേക്കാ ദുർഗന്ധമുള്ളതാ, ഇതിനേക്കാ നാറുന്നതാണ്, ചീഞ്ഞ നാറുന്നതാ. എന്നിട്ട് റസൂല് പറഞ്ഞു, നിനക്കറിയോടാ മായിസ് ഇപ്പൊ എവിടെയാണെന്ന്? ഇന്നഹു ഫീ നഹരിൻ മിൻ അൻഹാരിൽ ജന്നതി യതഗമ്മസ്. ഈ മായിസ് ഇബ്നു മാലിക് ചെയ്ത തെറ്റ് റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറയുകയും ഇവിടുന്ന് ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്തപ്പോ മായിസ് ഇപ്പൊ എവിടെയാണെന്നറിയോ? ഇന്നഹു ഫീ നഹരിൻ മിൻ അൻഹാരിൽ ജന്ന, അടിവാരത്ത് അഴിവി ഒഴുകുന്ന സ്വർഗത്തിന്റെ തോപ്പിൽ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആ അനുഗ്രഹീതമായ നദികളിൽ മുങ്ങിക്കുളിച്ചു കൊണ്ടിരിക്കുകയാ അവൻ. ഇന്ന് അരുവികളിൽ ആറാടിക്കൊണ്ടിരിക്കുകയാ. മക്കളെ, ഇതാരെ പറ്റിയാണ് പറഞ്ഞത്? ഒരു വ്യഭിചാര സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ചെയ്ത തെറ്റല്ലാന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞു പശ്ചാത്താപബോധത്തോടെ വന്ന് ഹബ്ബടി ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട അനുചരനെ പറ്റി പരാതി പറഞ്ഞ, അയാളെ പറ്റി പരദൂഷണം പറഞ്ഞവനെ ചപ്പശവത്തെ കഴുതയെ തിന്നാൻ കൊടുക്കുകയും എന്നിട്ട് ആ മരണപ്പെട്ട് കബറി കിടക്കുന്ന പാപിയായ മനുഷ്യന് സ്വർഗത്തിന്റെ അരുവികളിൽ കുളിക്കുകയാണ് എന്ന മനോഹരമായ ഏറ്റവും നല്ല വിശേഷണം കൊണ്ട് വിശേഷിപ്പിക്കുകയും ചെയ്തെങ്കിൽ, സഹോദരങ്ങളെ, യാത്രയിൽ പല അനുഭവങ്ങളും നമ്മൾ പറയാറുണ്ട്. ആളുകളെ പിച്ച് ചീന്താറുണ്ട്. ചെയ്തു പോയ തെറ്റിന്റെ പശ്ചാത്താപം അറിയാതെ നമ്മൾ അവരെ ആക്ഷേപിക്കാറുണ്ട്. അരുതരുതേ. നിങ്ങളുടെ യാത്രകളിൽ അല്ലാഹു ദുആ സ്വീകരിക്കണമെങ്കിൽ നിങ്ങളുടെ യാത്ര നിസ്കാരം ജമ്മ ചെയ്യാനും കസ്ർ ചെയ്യാനും മറ്റുന്ന നിലയിൽ ആ നമസ്കാര പുണ്യ ഇബാദത്ത് ആ യാത്ര ഇബാദത്തായി മാറണമെങ്കിൽ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ യാത്രകളിലും മറ്റുള്ളവരെ പറ്റി തിന്നാൻ പാടില്ല. ഇതാണ് മൂന്നാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഇതാണ്, മറ്റൊരാളെ പറ്റി നമ്മൾ ഒരു അക്ഷരം പറയാൻ പാടില്ല. ഇന്ന് ഒരു തെറ്റ് ചെയ്തവൻ, ആ തെറ്റ് ചെയ്തവര് ചിലപ്പോ അതിന്റെ വേദനയിൽ പടച്ചവനോട് കാര്യം പറഞ്ഞിട്ട് കൃത്യമായി പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുണ്ടാവും. നമുക്ക് വല്ലതും അറിയോ? പൊട്ടന്മാര് നമ്മൾ ഇങ്ങനെ പറഞ്ഞു നടക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അയാളുടെ തൗബ അല്ലാഹ് സ്വീകരിച്ചു. എത്രത്തോളം എന്നറിയോ? ഒരു തെറ്റ് ചെയ്താൽ പശ്ചാത്തപിക്കുന്ന മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന എന്താണെന്നറിയോ? ഒരു കാഫിറായ മനുഷ്യൻ മുസ്ലിമായാൽ സമൂഹത്തിൽ എന്ത് വിലയാവുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സമൂഹത്തിൽ എന്ത് വിലയാവും അയാൾക്കുള്ളത്? എല്ലാരും പറയും, ഉസ്താദേ അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നയാളാണ്. ഭയങ്കര ബഹുമാനമാണ് അവരോട്, നമുക്ക് വലിയ ആദരവാണ് നമുക്കുള്ളത്. എന്നാൽ അള്ളാഹുവിന് ഇഷ്ടം ഒരു കാഫിർ മുസ്ലിം ആകുന്നതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം മുസ്ലിമായ ഒരു മനുഷ്യൻ പാപം ചെയ്തിട്ട് പശ്ചാത്തപിക്കുമ്പോഴാണ്. എന്ന് വെച്ചിട്ട് നാളെ പോലെ കള്ളുപിടിക്കാൻ വേണ്ടിയുള്ള പ്രേരണയല്ല ഇത്. സാന്ദർഭികമായി സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തില് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയാൽ അള്ളാഹുവിനോട്, റബ്ബേ എനിക്ക് നീ മാത്രമേ ഉള്ളൂ, ചോദിക്കാൻ എനിക്ക് നീ മാത്രമേ ഉള്ളൂ, തെറ്റ് പറ്റിപ്പോയി, ഇനി ഞാൻ ചെയ്യില്ല റബ്ബേ, എനിക്ക് വിഷമമുണ്ട് അക്കാര്യത്തിൽ എന്ന് പറഞ്ഞു ഉള്ളുരുകി ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അവന് അള്ളാഹു കൊടുക്കുന്ന അവന്റെ താല്പര്യം ഒരു കാഫിർ മുസ്ലിം ആകുന്നതിനേക്കാളാണ്. എന്തുകൊണ്ടെന്നറിയോ? കാഫിർ മുസ്ലിം ആകുന്നത് എങ്ങനെയാണ്? കാഫിർ അജാനിബാൻ, അന്യനാണ്. നമ്മൾ പറയില്ലേ അന്യ സമുദായക്കാർ. ആ അന്യനാകുന്ന അവസ്ഥയിൽ നിന്ന് അക്കാരിബിലേക്ക് അവൻ വരുന്നു, അന്യനല്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു. അന്യ സമുദായം ഒന്നും പിന്നെ പറയില്ല. നമ്മൾ ആരും അങ്ങനെ പറയരുത്. പുതുവിശ്വാസി അത് പറയരുത്. മുസ്ലിം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോക്കെ ഒരുപോലെ തന്നെ, നമ്മളെക്കാളും മഹത്വമാണ് അവർക്കുള്ളത്. കാരണം
മുസ്ലിം ബാപ്പാടെ കുടുംബത്തിൽ മുസ്ലിം ഉമ്മാക്ക് പറഞ്ഞത് കൊണ്ട് മുസ്ലിമായി. അവരങ്ങനല്ല. ഇസ്ലാമിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കി വിലയിരുത്തി ചിന്തിച്ച് ആലോചിച്ച് അവർ ഇസ്ലാമിലേക്ക് വന്നു. അപ്പൊ ഈ മനുഷ്യൻ അജാനിബ്, അന്യൻ എന്ന അവസ്ഥയിൽ നിന്ന് അന്യനല്ലാത്ത അവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചേർന്നു. പക്ഷേ ഖുർആനിൽ കാണാം, തൗബ ചെയ്യുന്ന ഒരു മനുഷ്യൻ അന്യനല്ലാത്ത അവസ്ഥയിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രേമഭാജനത്തിലേക്കാണ് എത്തിച്ചേരുക. യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുത്തത്തഖീരീൻ. അള്ളാഹുവിന്റെ മെഹബൂബാവുകയാണ്. പശ്ചാത്തപിക്കുന്നവൻ അള്ളാഹുവിന്റെ മെഹബൂബാവുകയാണ്. അതുകൊണ്ട് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് കരളുരുകി ദുആ ചെയ്ത് പശ്ചാത്തപിച്ചു മടങ്ങിയാൽ നമ്മൾ ആ തെറ്റിന്റെ പേരിൽ പിന്നെ അയാളെ ഒന്നും പറയരുത്. പറഞ്ഞാൽ അള്ളാഹു ഈ തെറ്റ് നമ്മൾ ചെയ്യാതെ നമ്മൾ മരിക്കുകയില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ